ഹായ്. നമ്മുടെ നാട്ടിലിപ്പോൾ ഈ അടുത്തിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന റോഡ് അപകടങ്ങളെക്കുറിച്ച് ഒന്ന് കാര്യങ്ങൾ ഞാൻ പറയാം. എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഇപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഒരു ഇതൊക്കെ കേൾക്കുന്നത് ബസ് അപകടങ്ങളാണ്, ബസ്സുകളുടെ അമിതവേഗം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇതിന് ഈ ബസ്സുകളുടെ അമിതവേഗം ഇപ്പോൾ എല്ലാവരും പറയുമ്പോൾ ഈ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ഓടി പാടുപെടുകയാണ് എന്നുള്ളൊരു ഭാഷ പറയുന്നുണ്ട്. പക്ഷേ അതിൽ ഈ രണ്ട് പറയണതൊക്കെ ശരിയൊക്കെ തന്നെ. പക്ഷേ ബാക്കിയുള്ളവരുടെ ജീവനും കൂടി ഇപ്പോൾ ബസ്സിൽ പോകുന്ന യാത്രക്കാരെ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ ആ ഒരു ഡ്രൈവറെ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ ആ ബസ്സിൻ്റെ മുതലാളിയെ സംബന്ധിച്ചോളം, ഒരു ബസ് ഈ മത്സരവട്ടം കൊണ്ട് ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ചിന്ത വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ബസ് ഓടിക്കുന്ന ആളുടെ അല്ലെങ്കിൽ അവരുടെ മാത്രം ജീവനല്ല, ബാക്കി ഒരുപാട് ആൾക്കാരുടെ ജീവനും വഹിച്ചുകൊണ്ടാണ്, അവരുടെ കയ്യിലാണ് ഈ ജീവൻ എന്നുള്ളൊരു ചിന്ത അവർക്കൊന്നും ഉണ്ടായി കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. കാരണം അവരുടെ മക്കളും ഇതേപോലെ അല്ലെങ്കിൽ വീട്ടുകാരും ഇതേപോലെ മറ്റുള്ള ബസ്സുകളിൽ പോകുന്നവരാണ് എന്നുള്ളൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അത് ബസ്സുകാരെ സംബന്ധിച്ചോളം അവർ അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടത് ആവശ്യമുണ്ട്. പിന്നെ ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ അതുപോലുള്ള ആൾക്കാർ ചെയ്യേണ്ട പ്രഥമ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്പീഡ് ഗവർണർ എന്നൊരു സംഭവം ആദ്യം നിലവിൽ വന്നിരുന്നു. പിന്നെ അതിനെക്കുറിച്ച് യാതൊരു ഇതുമില്ല, അതൊന്നും പ്രാവർത്തികമാവില്ല, നിയമവും ഇല്ല, ഒന്നുമില്ല, തോന്നിയ പോലെയാണ്. ചില വണ്ടിക്കാർ ഇപ്പോഴും വെക്കുന്നതാണ്, ചിലവരില്ല. അപ്പോൾ ഇതൊക്കെ വലിയൊരു പ്രശ്നങ്ങൾ തന്നെയാണ്. ഇതൊന്നും പാലിക്കപ്പെടുന്നില്ല നമ്മുടെ ഇവിടെ നിയമങ്ങൾ. പിന്നെ വേറെ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മുഴുവൻ ഇപ്പോൾ ഈ വലിയ വണ്ടിക്കാർ കുറ്റം പറയുന്നതും ശരിയല്ല എന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നടന്നു പോകുന്നവർ വളരെ അശ്രദ്ധമായിട്ട് നടന്നു പോകുന്നവരുണ്ട്. യാതൊരു ലക്കും ലഗവാനും ഇല്ലാണ്ട് നടന്നു പോകുന്നവരുണ്ട്. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ചുമ്മാ അങ്ങോട്ട് ക്രോസ് ചെയ്യും, വീട്ടുമുറ്റത്ത് നടക്കുന്ന പോലെ അങ്ങോട്ട് ക്രോസ് ചെയ്യും. അതൊക്കെ ഇടവും വലവും നോക്കാണ്ട് ക്രോസ് ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. വണ്ടിയിൽ പോകുന്നവരായാലും ഇപ്പോൾ വണ്ടി ഓടിക്കുന്നവർ, ഇപ്പോൾ ഒരു ഈ ബൈക്ക് റൈഡ് ചെയ്യുന്ന ഒരാൾ ഒരു കട്ട് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെയൊക്കെ മുമ്പിൽ വെച്ചിട്ട് ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഒരു ഇപ്പോൾ ലെഫ്റ്റിലേക്ക് തിരിയുകയാണെന്നുണ്ടെങ്കിൽ റൈറ്റിലേക്ക് ഒന്ന് നോക്ക് പോലും ചെയ്യാണ്ട് അങ്ങനെ തിരിഞ്ഞു പോകുന്നവരുണ്ട്. നമുക്ക് കഷ്ടം തോന്നും ഇത് കാണുമ്പോൾ. കാരണം വെച്ചാൽ എങ്ങനെ അവർ ഇത്ര കാലം വണ്ടി ഓടിക്കുന്നു, അല്ലെങ്കിൽ അവർക്കൊരു തോന്നലുണ്ടാവില്ലേ, എങ്ങനെ ഇത്ര ധൈര്യം വരും എന്നുള്ളതാണ്. ഇപ്പോൾ ഇടത്തോട്ട് തിരിയണമെങ്കിൽ വലതുവശത്ത് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ ഇടിക്കും എന്നുള്ള ഒരു സാമാന്യ സെൻസ് പോലും ഇല്ലാണ്ടാണ് പലരും ലെഫ്റ്റിലോട്ട് തിരിഞ്ഞു അല്ലെങ്കിൽ റൈറ്റ് തിരിക്കുമ്പോഴാണെങ്കിലും ഒരൊറ്റ തിരിയലാണ്. അവിടുന്ന് ഇവിടുന്ന് വണ്ടി വരേണ്ടതൊന്നും നോക്കുകയില്ല. ഇപ്പോൾ ഒരു വലിയ വണ്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ പെട്ടെന്ന് ഇത് ഒരു തിരിവിലൊക്കെയാണ് ഇവർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ അല്ലെങ്കിൽ സാധിക്കാത്തൊരവസ്ഥ വരുമ്പോൾ ഇടിക്കും, സ്വാഭാവികമായിട്ട് ഇടിക്കും. അപ്പോൾ ഈ റോഡിൽ കൂടെ പോകുന്നവർക്കും വേണം ഒരു സെൻസ്, വണ്ടി ഓടിക്കുന്നവർക്ക് അല്ലെങ്കിൽ എല്ലാവരും ഒരേപോലെ അത് ചിന്തിക്കണം. കാരണം നമ്മുടെ ഒരു അശ്രദ്ധ കൊണ്ട് നമുക്ക് മാത്രമല്ല ബാക്കിയുള്ളവർക്കും കൂടി പ്രശ്നം വരികയാണെന്നുള്ളതൊന്ന് ചിന്തിക്കണം. പിന്നെ ഈ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ലക്ഷങ്ങളും കോടികളും കൊടുത്ത് വണ്ടി വാങ്ങും. ഒന്ന് റൈറ്റ് തിരിയണോ അല്ലെങ്കിൽ ലെഫ്റ്റ് തിരിയണമെങ്കിൽ ഇൻഡിക്കേറ്റർ, ആ ഒരു സംഭവം ഇടാണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ തിരിയും. എന്താണ് ആ സ്വിച്ചിലൊന്ന് അമർത്തേ വേണ്ടു, അതുവരെ വയ്യ. ലക്ഷങ്ങളൊക്കെ കൊടുത്ത് വലിയ വലിയ വണ്ടിയൊക്കെ വാങ്ങും, സിഗ്നൽ മര്യാദയ്ക്ക് ഇടില്ല. പിന്നെ എങ്ങനെ അപകടങ്ങൾ ഇല്ലാതിരിക്കും? പിന്നെ പോരാതിന് മഴക്കാലത്ത് പ്രത്യേകിച്ചും. അപ്പോൾ 2-3 ദിവസം മുമ്പ് ഒരു വീഡിയോ ഉണ്ട്, ഒരു കാറ് വളരെ അമിതമായ വേഗതയിൽ പോയിട്ട് എന്തോ ഫ്രണ്ടിലൊരു വണ്ടി വന്നപ്പോൾ ബ്രേക്ക് ചെയ്തു, കറങ്ങി തിരിഞ്ഞ് ഏതോ തോണിലും മരത്തിലൊക്കെ ഇടിച്ച് നിന്നു. അത് ഒന്നാമത് നമ്മുടെ വണ്ടികളിലൊക്കെ 150-240 ഓടാനുള്ള കിലോമീറ്ററൊക്കെ ഇതുണ്ട്, മീറ്റർ കൺസോൾ ഇതൊക്കെ കാണും. പക്ഷേ എന്ന് കരുതി ആ സ്പീഡിലൊന്നും നമുക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ സേഫ്റ്റി കണക്കാക്കി നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന ഒരു സ്പീഡിലാണ് പോകേണ്ടത്. സെക്കൻഡിലൊരു അംശം മതി ഇതൊക്കെ ഒന്ന് താറുമാറാവാൻ. ജസ്റ്റ് ഒരു പൂച്ച അല്ലെങ്കിൽ എന്തെങ്കിലും ജന്തുക്കളൊന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാനിക്കാവും. നമുക്ക് ആ സമയത്ത് ബ്രേക്ക് ഒന്നും പിടിച്ചാൽ ചിലപ്പോൾ കിട്ടില്ല, നമ്മൾ തിരിച്ച് വേറെ ആരെങ്കിലുമൊക്കെ ഇടിക്കും. അപ്പോൾ എന്തായി, നമ്മുടെ അശ്രദ്ധ കൊണ്ട് ബാക്കിയുള്ളവരും കൂടി റോഡ് കൂടെ പോകുന്നൊരു സിമ്പിൾ സെൻസ് ആലോചിച്ചാൽ മതി. അതുവരെ ഇല്ലാണ്ടാണ് ഇപ്പോൾ പലരും വണ്ടി ഓടിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ അപകടങ്ങൾ ഇത്ര കൂടുതലായിട്ട് സംഭവിക്കുന്നത്. ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് വളരെ അനാസ്ഥയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത്രയധികം അപകടങ്ങൾ നടന്നിട്ട് ഈ ബസ്സുകാരുടെ ഈ അമിതവേഗതയെ നിയന്ത്രിക്കാനുള്ള ഒരു നിയമവും ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. ബസ്സുകാരുടെ, ഞാൻ നേരത്തെ പറഞ്ഞ ബസ്സുകാരുടെ അശ്രദ്ധ കൊണ്ട് മാത്രം അപകടം സംഭവിക്കണമെന്നല്ല, നന്നായി ഓടിക്കുന്നവരുണ്ട്. ഇതെല്ലാ കാര്യത്തിലും അതെ കേട്ടോ, എല്ലാവരും നന്നായി ഓടിക്കുന്നവരുണ്ട്, റോഡ് സെൻസ് ചെയ്ത് പോണവരൊക്കെ ഉണ്ട്, ഇല്ല. പക്ഷേ ഇതൊന്നും ഇല്ലാണ്ട് പോണവർ ഇഷ്ടം പോലെയുണ്ട്. അവരൊക്കെ എന്താ വെച്ചാൽ ഈ ബാക്കിയുള്ളവർക്കും കൂടി മോശമായിട്ട് ഉണ്ടാക്കുകയാണ്. അതാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ വളരെ നല്ല രീതിയിൽ ബസ് ഓടിക്കുന്നവരുണ്ട്. വേഗത ഉണ്ടെങ്കിലും അത് അവനവൻ്റെ കൺട്രോളിൽ നിന്ന് റാഷ് ഡ്രൈവിംഗ് അല്ലാത്ത രീതിയിൽ ഓടിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. പക്ഷേ അങ്ങനത്തോർക്കും കൂടി ബാക്കിയുള്ളവർ മോശമായിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ വളരെ, ഇപ്പോൾ അതുപോലെ ഇപ്പോൾ ഒരു സീബ്ര ക്രോസിങ്ങിലൂടെ നടന്നു പോകുന്ന ഒരാൾ റോഡ് ക്രോസ് ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളിപ്പോൾ കാർ ഓടിക്കുന്നവർ, ബൈക്ക് ഓടിക്കുന്നവരായിക്കോട്ടെ, അവർക്കൊന്ന് ക്രോസ് ചെയ്ത് പോകാൻ ഒന്ന് ചവിട്ടി കൊടുത്തോണ്ട് എന്താ ഒരു നഷ്ടം? അതുപോലും ചെയ്യാത്ത ആൾക്കാരാണ് ഇഷ്ടം പോലെ ഉണ്ട്. എത്രയോ നമുക്കത് നിത്യേന നമ്മൾ കാണുന്നതാണ്. അല്ല, അതുപോലെ വേറൊന്നുമുണ്ട്. ഇപ്പോൾ ഈ നടന്നു പോകാൻ വേണ്ടി നമ്മൾ നിർത്തി കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ അത് ഈ നടന്നു പോകുന്നവർ എൻ്റെ കേമത്വം കൊണ്ടാണ് അവർ നിർത്തിയത്, ഞാൻ കാരണം അവർ നിർത്തിയതാ എന്നുള്ള ഭാവത്തിൽ നടന്നു പോകുന്നവരുണ്ട്, ഒരു അഹങ്കാരത്തിൻ്റെ ശൈലി നടന്നു പോകുന്നവരുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ഒരു റോഡ് സെൻസില്ലായി തന്നെയാണ്. അത്
യാത്ര ചെയ്യുന്നവരെല്ലാവരും ശ്രദ്ധിച്ചേ പറ്റൂ. കാരണം ഇതൊക്കെ നമ്മുടെ ഒരാളുടെ അശ്രദ്ധ കൊണ്ട് വേറെ പല ആൾക്കാർക്കുമാണ് ജീവഹാനി സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ പറ്റണത്. പിന്നെ ഈ പലരും വേറൊരു കാര്യം കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിററുകൾ ഇപ്പോൾ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് മിറർ ഉണ്ടാവും. മിററൊക്കെ കൈമായിട്ടുണ്ടാവും, കണ്ണാടി താഴ്ത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും, റോഡിൻ്റെ അടിയിൽ കിടക്കണവർക്ക് കാണാൻ വേണ്ടിയിട്ടോ. എന്താണെന്ന് മനസ്സിലാവില്ല, താഴ്ത്തി ഇങ്ങനെ വെച്ചിട്ട് ഓടിക്കുന്നത് എന്തിനാ പിന്നെ അത് ഫിറ്റ് ചെയ്തിരിക്കണമെന്ന് മനസ്സിലാവില്ല. പിന്നെ അതേപോലെ ഇപ്പോൾ ഈ മോട്ടോർ വെഹിക്കിളിൻ്റെ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഹെൽമെറ്റ് സംഗതി ശരിയാണ്, ഹെൽമെറ്റ് സേഫ്റ്റിയാണ്. ഇപ്പോൾ ഓടിക്കുന്നവർക്കായാലും പിന്നിലിരിക്കുന്നവർക്കായാലും ഹെൽമെറ്റ് നല്ല തന്നെയാണ്, വളരെ വേണ്ടത് തന്നെയാണ്. അല്ലാന്നല്ല ഞാൻ പറഞ്ഞത്, ഹെൽമെറ്റ് വെക്കണതിന് എതിർക്കല്ല. പക്ഷേ ഈ പിന്നിലിരിക്കുന്ന ആൾക്ക് ഹെൽമെറ്റ് വേണമെന്ന് നിർബന്ധിച്ച് ഫൈൻ ഇടിപ്പിക്കണ ഈ ഡിപ്പാർട്ട്മെൻറ്റുകാർക്ക് എന്തുകൊണ്ട് ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ബസ് അമിതവേഗം, അവരുടെ ഈ സ്പീഡ് ഗവർണർ വെച്ചിട്ടുള്ള ഈ സംഭവങ്ങളൊക്കെ ഒന്ന് അതൊക്കെ ഓരോ, അതായത് പോലീസുകാർ ഇപ്പോൾ സ്കൂളുകളുടെ പരിസരത്തൊക്കെ പോലീസുകാർ നിൽക്കുന്നുണ്ടെന്നൊക്കെയാണ് സങ്കല്പം, ഇപ്പോൾ സ്പീഡ് നിയന്ത്രിക്കാനൊക്കെ. അതുപോലെ ഓരോ മെയിൻ പ്രധാന സ്ഥലങ്ങളിലും പോലീസോ അല്ലെങ്കിൽ അതിന് ബന്ധപ്പെട്ട അധികാരികൾ ആരെങ്കിലും നിർത്തി ഇതൊക്കെ നിയന്ത്രിക്കുക വേണം. അതിൻ്റെ ഒരു സംവിധാനം എൻ്റെ സംവിധാനം വേണമെന്നല്ല പറയണം, അത് കൃത്യമായിട്ട് നടക്കാനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം നമ്മളിവിടെ നടപ്പിലാക്കാൻ പറ്റണേ ഇല്ല, ഒരു കാരണവശാലും പറ്റില്ല. അല്ലെങ്കിൽ അത് നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നം കൊണ്ടോ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഇനി അത് നടപ്പിലാക്കാൻ സമ്മതിക്കാത്തതാണോ എന്തോ, അതും നമുക്കറിയില്ല. അങ്ങനെ പിന്നെ ഈ റോട്ടിൽ കൂടെ നടന്നു പോകുന്ന ചില മാതാപിതാക്കൾ കുട്ടികളെ റോഡ് സൈഡിലേക്ക് കൈ പിടിച്ച്, ചില 1-2 പ്രായമുള്ള കുട്ടികളൊക്കെ, പ്രായമുള്ള കുട്ടികളെയൊക്കെ കൈ പിടിച്ച് റോട്ടിൽ കൂടെ നടത്തി കൊണ്ടുപോകുന്നത് കാണാം. ജസ്റ്റ് ഇവരുടെ കയ്യിൽ നിന്ന് ഒന്ന് മിസ്സാക്കി ഈ കുട്ടി റോഡിലേക്ക് ഓടിപ്പോകും, വണ്ടി തട്ടും, അപകടം സംഭവിക്കും. ഇതൊക്കെ ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇതൊന്നും ചെയ്യുന്നില്ല. പിന്നെ അതുപോലെ പല ബൈക്കുകളും നമ്മൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് ഈ ഹസാർഡ് ലൈറ്റ് അതിൻ്റെ പ്രോപ്പറിലാണ് ഉപയോഗിക്കണമെങ്കിൽ നല്ല കാര്യം. പക്ഷേ ഇതല്ല. ഇപ്പോൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതായത് ഇപ്പോൾ വണ്ടി നിർമ്മാതാക്കൾ തന്നെ അങ്ങനെ ഇറക്കുകയാണ് തോന്നുന്നു, എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ റൈറ്റ് ഇൻഡിക്കേറ്റർ മാറി ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കും, അതും വെച്ചിട്ട് ഇങ്ങനെ ഓടിച്ചു പോവുക. അപ്പോൾ ഇവർ റൈറ്റിലേക്കാണോ തിരിയണം, ലെഫ്റ്റിലേക്കാണോ തിരിയണം, ഇൻഡിക്കേറ്റർ ഇട്ടതാണോ എന്താണോ ഒന്നും മനസ്സിലാക്കുക പോലും ചെയ്യാൻ നമുക്ക് പറ്റില്ല. രണ്ടും ഇങ്ങനെ മിന്നി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇതെങ്ങനെ നമ്മൾ മനസ്സിലാക്കും സാധാരണ ഒരാൾ റോഡിൽ കൂടെ പോകും? പിന്നെ അതേപോലെ വലിയ പൊല്യൂഷൻ്റെ എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് പല വണ്ടികളും. പൊല്യൂഷൻ ടെസ്റ്റ് പോലും ചെയ്യാണ്ട് പോകുന്നുണ്ട്, കൃത്യമായി പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യാണ്ട് പോകുന്ന ഇഷ്ടം പോലെ വണ്ടികളുണ്ട്. കട്ട പുകയാണ്, പിന്നിലൊക്കെ ചെന്ന് പെട്ടാൽ കുടുങ്ങും. അതൊന്നും ഇവിടെ ഒരു നിയമം പിടിക്കണമില്ല, ഒന്നും ചെയ്യില്ല. ഈ വെറുതെ നിസ്സാരമായിട്ട് ചിലപ്പോൾ വല്ല എമർജൻസിയിൽ ബൈക്കിൽ ഒരാൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വല്ല എമർജൻസിയിൽ വല്ല ഹോസ്പിറ്റൽ കേസോ അങ്ങനെയൊക്കെ ആയിട്ട് എന്തെങ്കിലും പോകേണ്ട ഒരാളുടെ പിന്നിൽ കയറിയിട്ട് പോണ്ടി വന്നു വെച്ചാൽ അവരെ പിടിച്ച് ഫൈൻ ഇതായി പിന്നിലിരിക്കണം. അത് ഹെൽമെറ്റ് വെച്ചാൽ അയാൾക്ക് ഇപ്പോൾ എപ്പോഴും ഹെൽമെറ്റ് കൊണ്ട് നടക്കാൻ പറ്റുമോ? ചിലപ്പോൾ അത്യാവശ്യ സന്ദർഭങ്ങളിൽ പോകേണ്ടി വന്നതായിരിക്കാം, അയാൾക്ക് ഫൈനായി. അതിനേക്കാളൊക്കെ എത്രയോ നിയമങ്ങൾ ശക്തമായിട്ട് ഇവിടെ നടപ്പിലാക്കാനുണ്ട്. ഈ അപകടങ്ങൾ കുറയ്ക്കാനൊക്കെ ആയിട്ട് ചെയ്യേണ്ട ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. അതൊന്നും നിയന്ത്രിക്കേണ്ട. പിന്നെ ഏറ്റവും കൂടുതൽ പിന്നെ അമിതമായിട്ട് ശബ്ദം വെച്ച് പോകുന്ന കുറേ വണ്ടികൾ, ഇതൊക്കെ നിയന്ത്രിക്കുക തന്നെ വേണം. അല്ലാണ്ട് അതായത് ഇപ്പോൾ രാത്രിയോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാൾ അതിഭയങ്കരമായ ബൈക്കായാലും കാറായാലും സൗണ്ടൊക്കെ വെച്ച് പോകുമ്പം പലതരത്തിലും നമ്മൾ പാനിക്കാവും. ചിലപ്പോൾ നമ്മൾ വളരെ കോൺസെൻട്രേറ്റ് ആയിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് പെട്ടെന്ന് ഇങ്ങനത്തെ ഓരോ സൗണ്ടുകൾ കേൾക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ മാറാനും സാധ്യതയുണ്ട്. ഇതൊന്നും മനസ്സിലാക്കണില്ലേ പലരും. എന്നിട്ട് ഭയങ്കര സൗണ്ടിൽ ഇങ്ങോട്ടോടും. ഇതൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ അപകടങ്ങൾ വരും. പിന്നെ ഒട്ടും ശ്രദ്ധിക്കാതിരുന്ന് കഴിഞ്ഞാൽ അവസ്ഥ പറയണം. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ തോന്നി, കുറച്ച് പേരെങ്കിലും ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതാണ്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഞാൻ ഒന്നിങ്ങനെ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. എന്തായാലും വണ്ടി ഓടിക്കുന്നവരായാലും റോഡ് കൂടെ പോകുന്നവരും എല്ലാവരോടും ഒന്നേ പറയാനുള്ളൂ, ശ്രദ്ധിക്കുക തന്നെ പറയാനുള്ളൂ. നമ്മൾ മാത്രമല്ല റോഡിൽ കൂടെ പോകുന്നവർ, ബാക്കി വേറെയും ആൾക്കാരുണ്ട്. നമ്മൾ കാരണം വേറൊരാൾക്ക് അപകടം വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക, മാക്സിമം ശ്രദ്ധിക്കുക. ഇതേ പറയാനുള്ളൂ.